താല്പര്യമില്ല. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അവൾക്ക് എന്നോട് ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് എന്നോട് പെരുമാറുന്നത്. ഭാര്യമാർക്ക് ശാരീരിക ബന്ധത്തിൽ താല്പര്യമില്ല, ഭർത്താവിന് അത് താല്പര്യമുണ്ട് താനും. ഇത് താല്പര്യമില്ല അല്ലെങ്കിൽ ഇതിനെ ഞാൻ എന്ത് ചെയ്യണം എന്നറിയാണ്ട് വേവലാതിപ്പെടുന്ന ഭാര്യമാരുണ്ട്. പുറത്ത് പറയാനുള്ള മടി കാരണം, അല്ലെങ്കിൽ എങ്ങനെയാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരാളോട് ഡിസ്കസ് ചെയ്യുക എന്നുള്ള ആ ഒരു നാണക്കേട് കാരണം പലപ്പോഴും വരാറില്ല. അല്ലെങ്കിൽ ഭർത്താവിൻ്റെ നിർബന്ധത്തിന് മാത്രം വഴങ്ങി വരുന്ന ഒരുപാട് ഭാര്യമാരുണ്ട്. ഇപ്പം ചില കേസുകളിൽ സ്ത്രീകൾക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ അസഹനീയമായിട്ടുള്ള വേദനയാണ്. എങ്ങനെ ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാലും എനിക്ക് ആ വേദന സഹിക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും ഞാൻ കിടന്നു കൊടുക്കാറാണ്, പക്ഷെ പിന്നീട് എനിക്ക് വരുന്ന നീറ്റിൽ വേറെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ ഒരുപാട് സ്ത്രീകൾ നമ്മളെ മുന്നിലുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ചില ഇഷ്യൂസാണ്. എനിക്കൊരിക്കലും ഇതിനോട് താല്പര്യം തോന്നിയിട്ടില്ല എന്നല്ല ഡോക്ടർ. ഇവർ വരും, ഇവർ സെക്സ് ചെയ്ത് പോവും, എനിക്കിതിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും തോന്നിയിട്ടില്ല. രാവിലെ എണീറ്റ് കുളിക്കുക, അല്ലെങ്കിൽ കുളിക്കാണ്ട് അടുക്കളയിൽ കയറാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ആ ഒരു കുളിയും കൂടെ ഞാൻ വെറുതെ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ കുളിക്കണമല്ലോ എന്നുള്ള രീതിയിൽ എനിക്ക് പിന്നെ മടുപ്പ് വന്നു തുടങ്ങി. ഞാൻ എന്തിനാ അങ്ങനെ കിടന്നു കൊടുക്കേണ്ട ആവശ്യം? ഇതിൽ എനിക്കൊന്നും ഇല്ല എന്നാണെങ്കിൽ ഞാൻ എന്തിന് നിന്ന് കൊടുക്കണം എന്ന് ചോദിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പം നിങ്ങളുടെ ഹസ്ബൻഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിന് സെക്സിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ലൈംഗിക ബന്ധങ്ങളിൽ താല്പര്യമില്ല എന്നാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് ഈ താല്പര്യക്കുറവ് വരുന്നത്? എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സാരോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല. ഇന്നലെ കൂടെ ഒരു പേഷ്യൻ്റ് വന്നേ ഉള്ളൂ. ഡോക്ടറെ, എൻ്റെ വൈഫ് പുറത്തിരിക്കുന്നുണ്ട്, അവരോട് ഒന്ന് പറയണം കേട്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്താ മെഡിക്കേഷൻ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കണം കേട്ടോ. ഒട്ടും താല്പര്യമില്ല. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അവൾക്ക് എന്നോട് ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് എന്നോട് പെരുമാറുന്നത്. അന്ന് ഡോക്ടർ ചോദിച്ചില്ലേ എന്താണ്, ഞാൻ ഭയങ്കര ചൂടനാണോ, അല്ലെങ്കിൽ വൈഫിന് എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ എൻ്റെ അടുത്താണോ പ്രശ്നം എന്നുള്ള രീതിയിൽ ചോദിച്ചില്ലേ. അവളെടുത്ത് ഞാനൊന്ന് മൂടായിട്ട് പോകുമ്പോഴേക്കും അവൾ എന്നെ തട്ടി മാറ്റുകയാണ്, എന്നോട് ചൂടാവാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും എനിക്കും ദേഷ്യം വരില്ലേ എന്നുള്ള രീതിയിലായിരുന്നു അവർ പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞതെന്താ വെച്ചാൽ, ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്, നിങ്ങളൊന്നും അവരോട് സംസാരിച്ചിട്ട് കാര്യങ്ങളൊന്ന് സോർട്ട് ചെയ്ത് തരണേ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പലപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. ഭാര്യമാർക്ക് ശാരീരിക ബന്ധത്തിൽ താല്പര്യമില്ല, ഭർത്താവിന് അത് താല്പര്യമുണ്ട് താനും. ഇത് താല്പര്യമില്ല അല്ലെങ്കിൽ ഇതിനെ ഞാൻ എന്ത് ചെയ്യണം എന്നറിയാണ്ട് വേവലാതിപ്പെടുന്ന ഭാര്യമാരുണ്ട്. പുറത്ത് പറയാനുള്ള മടി കാരണം, അല്ലെങ്കിൽ എങ്ങനെയാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരാളോട് ഡിസ്കസ് ചെയ്യുക എന്നുള്ള ആ ഒരു നാണക്കേട് കാരണം പലപ്പോഴും വരാറില്ല. അല്ലെങ്കിൽ ഭർത്താവിൻ്റെ നിർബന്ധത്തിന് മാത്രം വഴങ്ങി വരുന്ന ഒരുപാട് ഭാര്യമാരുണ്ട്. അപ്പോൾ ആദ്യം തന്നെ താല്പര്യക്കുറവിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ പല കാരണങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാവാം. ഇപ്പം ചില കേസുകളിൽ സ്ത്രീകൾക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ അസഹനീയമായിട്ടുള്ള വേദനയാണ്. എങ്ങനെ ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാലും എനിക്ക് ആ വേദന സഹിക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും ഞാൻ കിടന്നു കൊടുക്കാറാണ്, പക്ഷെ പിന്നീട് എനിക്ക് വരുന്ന നീറ്റിൽ വേറെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ ഒരുപാട് സ്ത്രീകൾ നമ്മളെ മുന്നിലുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ചില ഇഷ്യൂസാണ്. എനിക്കൊരിക്കലും ഇതിനോട് ഒരു താല്പര്യം തോന്നിയിട്ടില്ല എന്നല്ല ഡോക്ടറെ. ഇവർ വരും, ഇവർ സെക്സ് ചെയ്ത് പോവും, എനിക്കിതിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും തോന്നിയിട്ടില്ല. രാവിലെ എണീറ്റ് കുളിക്കുക, അല്ലെങ്കിൽ കുളിക്കാണ്ട് അടുക്കളയിൽ കയറാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ആ ഒരു കുളിയും കൂടെ ഞാൻ വെറുതെ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ കുളിക്കണമല്ലോ എന്നുള്ള രീതിയിൽ എനിക്ക് പിന്നെ മടുപ്പ് വന്നു തുടങ്ങി. ഞാൻ എന്തിനാ അങ്ങനെ കിടന്നു കൊടുക്കേണ്ട ആവശ്യം? ഇതിൽ എനിക്കൊന്നും ഇല്ല എന്നാണെങ്കിൽ ഞാൻ എന്തിന് നിന്ന് കൊടുക്കണം എന്ന് ചോദിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതേപോലെ ചില കേസുകളിൽ ഇപ്പം അവർക്ക് ഭയങ്കരമായിട്ട് ടെൻഷനുള്ള ഒരാളാണ്, ഭയങ്കരമായിട്ട് സ്ട്രെസ്സിൽ നിൽക്കുന്ന ഒരാളാണ്, ഡിപ്രഷനുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ശാരീരികമായിട്ട് അവർക്ക് ഈ ഒരു താല്പര്യം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അവർക്ക് ആ ഉണർവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സെക്ഷൽ അറൗസലിൻ്റെ സമയത്ത് വരുന്ന ഫ്ലൂയിഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ഡ്രൈനസ് അവർക്ക് ഫീൽ ചെയ്യും. അതേപോലെ ചില രോഗങ്ങൾ, ഇപ്പം ഷുഗർ ആണെങ്കിലും പ്രഷർ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും ശാരീരികമായിട്ട് അവരെ ഭയങ്കരമായിട്ട് ക്ഷീണിപ്പിക്കുന്ന രോഗങ്ങൾ, തൈറോയിഡ് ആണെങ്കിലൊക്കെ അവർക്ക് ഇതിനോടുള്ള താല്പര്യം ഒന്ന് കുറയാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ തന്നെ പറയാനുള്ളതാണ് മെനോപോസൽ ഏജ് എന്ന് പറയുന്നത്. അതായത് ഒരു 50കളിൽ അവർക്ക് താല്പര്യം കുറയും. അതേപോലെ ചില മരുന്നുകൾ കാരണം ഈ ഒരു താല്പര്യം കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ ഇതിൽ പറയാനുള്ളത് ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എന്നും ഒരേ രീതിയിലേക്കാണ് നിങ്ങൾ രാവിലെ എണീക്കുന്നു,
നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, മക്കളെ നോക്കുന്നു, ഹസ്ബൻഡിനെ നോക്കുന്നു, വീട് നോക്കുന്നു, നിങ്ങൾ വീണ്ടും രാത്രിയാവുന്നു, കിടക്കുന്നു, വീണ്ടും രാവിലെ എണീക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു എക്സസൈസോ നിങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭക്ഷണമോ ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും അവിടെ ഒരു മടുപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ക്രിയേറ്റഡ് ആവും. നിങ്ങൾക്ക് ഇതിനോടുള്ള താല്പര്യങ്ങൾ കുറയാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ തന്നെ മറ്റൊരു കേസാണ് വൈഫും ഹസ്ബൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് വരുന്നത് എന്നുള്ളത്. ഇത് പലപ്പോഴായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു കാര്യമായിട്ട് തന്നെ വരാറുണ്ട്. പിന്നെ ഒന്നെന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളുടെ പ്രഗ്നൻസി ടൈമിൽ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഒരു കുട്ടിയുടെ മദറാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്ക് ഒറ്റ കുട്ടിയെ ഉണ്ടായിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൽ എന്തോ ഒരു താല്പര്യക്കുറവ്, എന്നോട് എന്തോ താല്പര്യക്കുറവ് കാരണമാണോ, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം, ഇങ്ങനെ ആയിരുന്നില്ല, ആ കുട്ടി ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ നല്ല നോർമലായിട്ട് നല്ല അടിപൊളിയായിട്ട് ഞങ്ങളെ സെക്സ് ജീവിതം കൊണ്ട് നടന്നിരുന്നു, ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, പക്ഷെ ഇപ്പം അവൾക്ക് ഒരു താല്പര്യമില്ല, ഇനി താല്പര്യം ഇല്ലാണ്ട് അവൾ എനിക്ക് വേണ്ടി നിന്ന് തന്നാൽ പോലും ഭയങ്കര ഡ്രൈ ആണ്, അവൾക്ക് നല്ല പെയിൻ ഉണ്ടെന്ന് എനിക്കറിയാം എന്ന് പറയുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഈ ഒരു ആദ്യമായിട്ട് അമ്മയാവുന്ന ഒരു സ്ത്രീക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചാലഞ്ചസ് അവരുടെ ലൈഫിലുണ്ട്. അതായത് അവർ ആദ്യമായിട്ടാണ് ഒരു കുട്ടീനെ സ്വന്തമായിട്ട് ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യുന്നത്. അതുവരെ എങ്ങനെയാണെങ്കിലും ഉത്തരവാദിത്തം മൊത്തം അവരുടെ തലയിലില്ല. പക്ഷേ ഈ ഒരു കുട്ടിയെ വളർത്തുക എന്ന് പറയുന്നത്, പാല് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു ടൈമിന് അവർക്ക് ഫീഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല, കുട്ടീനെ എങ്ങനെ പിടിക്കണം എന്നറിയില്ല, കുട്ടീനെ എങ്ങനെ ഉറക്കണം എന്നറിയില്ല, കുട്ടി വല്ലാണ്ട് കരയുമ്പോൾ ബാക്കിയുള്ളവരുടെ റിയാക്ഷൻസിനോട് എങ്ങനെ പെരുമാറണം എന്നറിയില്ല, പലപ്പോഴായിട്ട് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻസ് ഉണ്ടാവാറുണ്ട്, ഇതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില ആളുകളുണ്ട് 5 വർഷമായിട്ടും ഡോക്ടർ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഒന്നും മാറില്ലേ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഫോളോയിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഘടകങ്ങളുണ്ട്. അതായത് ഇപ്പം ഈ ഒരു ഭാര്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത്, അവരുടെ ലോകം ഇത് മാത്രമായിട്ട് മാറുന്നൊരു സമയം, അവരെ ഇതിലേക്ക് മാത്രം ചുരുങ്ങുന്ന, അവരുടെ കുട്ടിയിലേക്കും അവരുടെ വീട്ടിലേക്കും മാത്രം ചുരുങ്ങുന്ന ഒരു സമയം, അവർക്ക് ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും. ഈ ഫ്രസ്ട്രേഷൻസ് പോകാനുള്ള, അല്ലെങ്കിൽ ഇതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു വിൻഡോ അല്ലെങ്കിൽ ഒരു സാഹചര്യം ആ വീട്ടിൽ നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും ഇത് ഇവരുടെ ലിബിഡോനെ ഇല്ലാണ്ടാക്കും. കാരണം ഇവർക്ക് എപ്പോഴും ഏത് നേരവും നിനക്ക് ദേഷ്യമാണ്, ഏത് നേരവും ഇവർക്ക് ഇങ്ങനെ ഒരു സ്വഭാവമാണ്, ആ കുട്ടി ഉണ്ടായതിനു ശേഷം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്ന ഒരുപാട് ഭർത്താക്കന്മാരെ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഇവരോട് എനിക്ക് പറയാനുള്ളത് അതാണ്. കാരണം നിങ്ങളുടെ വൈഫിന് ആ ഒരു ടൈമിൽ കിട്ടേണ്ട ആ ഒരു കെയർ, അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി. ചിലപ്പം കുറച്ചു നേരം ഒന്നിച്ചിരുന്ന് വർത്താനം പറയാനായിരിക്കും അവർ ഇഷ്ടപ്പെടുന്നത്. പലപ്പോഴും സ്ത്രീകൾ വന്ന് പറയാറുള്ളത്, ഡോക്ടർ രാവിലെ മുതൽ രാത്രി വരെ എനിക്ക് പണിയാണ്. അങ്ങനെ പറയും, നീ ഉച്ചയ്ക്ക് ഉറങ്ങുന്നുണ്ടല്ലോ, പിന്നെ നിനക്ക് ഇല്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത് എന്നൊക്കെ. പക്ഷെ എങ്ങനെ നോക്കിയാലും ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് കിടന്ന് ഒരു 3 മണി ആകുമ്പോഴേക്കും എൻ്റെ മോന് വരും. മോന് വന്നു കഴിഞ്ഞാൽ മോനുള്ള കാര്യങ്ങൾ ഞാൻ ഉണ്ടാക്കണം, എല്ലാം ഞാൻ തന്നെ ചെയ്യണ്ടേ. പിന്നെ രാത്രി വരുമ്പം ഞാൻ എങ്ങനെ ഉണർന്നിരിക്കേണ്ടത്, എനിക്ക് പലപ്പോഴും എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങി കിട്ടിയാൽ മതി എന്നുള്ള താല്പര്യത്തിലാണ് ഞാൻ വന്നിട്ടുണ്ടാവുക. പക്ഷേ മൂപ്പർക്കപ്പോൾ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ അവരോട് സ്നേഹമില്ലാത്തതുകൊണ്ട് എന്നുള്ള രീതിയിലാണ് എന്നെ അവർ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് പലപ്പോഴും സ്ത്രീകൾ പറയാറുള്ളത്. ഇവിടെ അവരാഗ്രഹിക്കുന്നത് നിങ്ങൾ കുറേ പണി ചെയ്തു കൊടുക്കണം എന്നുള്ളതല്ല. ഞാൻ ചെയ്യുന്ന ജോലിക്ക് ആരും എന്നെ കാണുന്നില്ലല്ലോ, എനിക്കൊരു വാല്യൂ ഇല്ലാണ്ടായി പോകുന്നുണ്ടോ, ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ എന്നെ ഇല്ലായ്മ ചെയ്യുന്നുണ്ടോ എന്നുള്ള ആ ഒരു ഫീലിംഗ് ആണ് ആക്ച്വലി അവിടെ ആ ഒരു ബോണ്ടിങ്ങിനെ ഇല്ലായ്മ ചെയ്യുന്നത്. അതിനെ നിങ്ങൾ കണ്ട് നിങ്ങൾ അതിനനുസരിച്ചുള്ള രീതിയിൽ അവരോട് പെരുമാറുകയാണ് എന്നുണ്ടെങ്കിൽ, ഓബ്വിയസ്ലി നിങ്ങളുടെ ബോണ്ടിങ് അവിടെ റെഡിയാവും. ഈ ബോണ്ടിങ് എന്ന് പറയുന്ന ഇഷ്യൂ ആണ് പലപ്പോഴായിട്ട് ഈ ഒരു താല്പര്യക്കുറവിൻ്റെ ഒരു ബേസ് ആയിട്ട് നമുക്ക് എപ്പോഴും കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു മെയിൻ റീസൺ എന്ന് പറയാറുള്ളത്, പലപ്പോഴും ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളാണ്. അതായത് ഇപ്പം അടുത്തും കൂടെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നുള്ളൂ, അവരെന്നോട് പറഞ്ഞ്, ഡോക്ടറെ ഇതേപോലെയാണ്, വൈഫിന് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് വൈഫിനെ കണക്ട് ചെയ്തതെന്ന്, ഒരു ഓൺലൈൻ കേസായിരുന്നു. അപ്പം വൈഫിനോട് പറഞ്ഞു, ഡോക്ടർ ഒന്ന് എൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുക, എൻ്റെ ഹസ്ബൻഡ് നല്ല രീതിയിൽ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ നോക്കുന്നുണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളും വാങ്ങി തരുന്നുണ്ട്, ഒക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ ദേഷ്യം എന്ന് പറഞ്ഞാൽ ആളൊരു ബിസിനസ്മാൻ ആണ്. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അപ്പുറം വല്ല രീതിയിലേക്കുള്ള ഒരു ചൂടാവലാണ് ആളുടെ അടുത്ത് നിന്ന് വരാറുള്ളത്. ചിലപ്പം ഭയങ്കരമായിട്ട് ഹേർട്ടായി പോവാറുണ്ട്. പക്ഷേ ഈ രീതിയിൽ ഹേർട്ടായി പോയി ആൾ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവും. ആൾ എവിടേക്കാന്ന് വെച്ചാൽ ഇറങ്ങിപ്പോവും. പിന്നെ അതിനോട് മിണ്ടൊന്നുമില്ല, അങ്ങ് ഇറങ്ങിപ്പോവും.
പക്ഷെ ഞാൻ ഇവിടെ വീട്ടിൽ ഒറ്റയ്ക്കാണ്, ഞാൻ ഈ വീട്ടിലെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റിവൈൻഡ് അടിച്ച് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു സംസാരിക്കുന്നില്ല, ഞങ്ങൾ ഓക്കെ ആകുന്ന രീതിയിലേക്ക് ഒരു വർത്തമാനം പറയുന്നില്ല, എന്നെ ഒന്ന് സാന്ത്വനപ്പെടുത്തുന്നില്ല, ഞാൻ ഓക്കെ ആണോ എന്ന് വന്ന് ചോദിക്കാറ് പോലുമില്ല. പിന്നെ ആൾ വരുന്നത് രാത്രിയാണ്. രാത്രി ആൾ വരുമ്പോഴേക്കും ഞാൻ നോർമൽ ആവണം. എങ്ങനെയാണ് എനിക്കൊരു നോർമൽ ആവാൻ പറ്റുന്നത്? ആൾ പുറത്ത് ബാക്കിയുള്ള ആളുകളോടൊക്കെ സംസാരിച്ച് ആളൊന്ന് മൈൻഡൊക്കെ ഓക്കെ ആക്കി ആൾ ഓക്കെ ആയി, എനിക്ക് ഓക്കെ ആവാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞ് ഞാൻ സെക്ഷലി സാറ്റിസ്ഫൈ ചെയ്യാൻ ആൾക്ക് വേണ്ടി നിന്ന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് താല്പര്യക്കുറവാണെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതാണ് ആ ഒരു ലേഡി എന്നോട് ചോദിച്ച ചോദ്യം. ഇത് തന്നെയാണ് പലപ്പോഴും പല സ്ത്രീകൾക്കും ഉണ്ടാകുന്നത്. അതായത് അപ്പം ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത്, ഡോക്ടറെ ഇത് ഇന്നലത്തെ കാര്യമല്ല, ചിലപ്പോൾ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ 10 കൊല്ലം മുന്നത്തെ കാര്യം അടക്കം അവൾ എടുത്തിടും. പിന്നെ ഞാൻ എന്താ ചെയ്യുക? എനിക്ക് ചിലപ്പോൾ ഓർമ്മ പോലും ഉണ്ടാവില്ല അന്നുണ്ടായ കാര്യം എന്താണ് എന്നുള്ളത്. പഴയ കാര്യങ്ങൾ എടുത്തിട്ടിട്ട് എന്താ ഇപ്പം കാര്യം എന്നുള്ളത്. പക്ഷെ പലപ്പോഴായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഇത് ആരുടെയും തെറ്റല്ല. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ടാവും, പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടാവും. ഇത് നിങ്ങളുടെ കുറ്റമല്ല. നിങ്ങളെപ്പോഴും സ്നേഹിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് നിങ്ങളുടെ മുൻഗണന എന്ന് പറയുന്നത് സ്നേഹം എന്നുള്ളതാണ്. ഞാനാണ് ശരി, നീയാണ് ശരി എന്നാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ ആ ഒരു സ്നേഹത്തിന് വിലയില്ലാണ്ടാവും. നിങ്ങൾക്ക് പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പലപ്പോഴും പുരുഷന്മാർ അതിൽ നിന്ന് ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് ഓക്കെ ആവും. അപ്പോൾ അവരും അത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സ്ത്രീകൾ ആ ഒരു കാര്യത്തിനെ കുറിച്ച് ആലോചിക്കുന്നത് മാറി വേറെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓക്കെ ആവുമല്ലോ എന്നുള്ളതാണ്. ഇതിങ്ങനെയാണ് പടച്ചോൻ നിങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ സൈക്കോളജി ഇങ്ങനെയാണ്. സ്ത്രീൻ്റെയും പുരുഷൻ്റെയും എൻറ്റയർലി ഡിഫറെൻറ്റ് സൈക്കോളജിയാണ്. ഇത് ആരുടെയും കുറ്റമല്ല. അപ്പോൾ ഇതിൽ പറയാനുള്ളത്, സ്ത്രീകൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ്. പലപ്പോഴും പല കോൺഫ്ലിക്റ്റ്, പല കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് അവർക്ക് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവരങ്ങ് തുറന്നടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു കരച്ചിലുണ്ടാവും, ഒന്ന് ദേഷ്യപ്പെടും, ഒരു കരച്ചിലുണ്ടാവും, അതോടുകൂടെ അതങ്ങ് തീരും. അത് ആ ഒഴുക്കിൽ അങ്ങ് തീർന്നു പോയി ആൾ പിന്നെ ഓക്കെ ആവും. പക്ഷെ അങ്ങനെ ഒരു വെൻഡിങ് ഔട്ട് സിസ്റ്റം അവിടെ ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 എന്നല്ല, ഇനിയിപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് 70 കൊല്ലമായിട്ടുണ്ടെങ്കിൽ പോലും ആദ്യത്തെ ആനിവേഴ്സറിക്ക് നിങ്ങളുണ്ടായ അടി അന്ന് വരെ അവർക്ക് ഓർമ്മ ഉണ്ടാവും. കാരണം സ്ത്രീകളുടെ മനസ്സിൽ ചില മുറിവുകൾ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പം നിങ്ങൾ തമ്മിൽ ഓരോ പ്രശ്നത്തിനെയും എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ എന്ന് പറയുന്നതോടുകൂടെ ചിലപ്പോൾ സ്ത്രീകളൊന്നും പറയാണ്ടാവും. ആ ഒരു അതോറിറ്റേറ്റീവിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിനക്കൊന്നും പറയാനില്ലേ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്നടിച്ച് പറ, എന്നാൽ നിങ്ങൾക്ക് തീരുമല്ലോ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഹസ്ബൻഡ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പറയാൻ പോകുന്നില്ല, പറയാൻ കഴിയില്ല അവർക്ക്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ആ ഒരു ഇമോഷണൽ കണക്ഷനോട് കൂടെ, അവരുടെ ലോജിക്ക് നടക്കുന്ന കാര്യമല്ല. എപ്പോഴും ഇപ്പോൾ ഹസ്ബൻഡ്സ് പറയുന്ന ഒരു പരാതിയാണ്, ഡോക്ടറെ പലപ്പോഴും എൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് ഇപ്പോൾ ഞങ്ങൾ കൂട്ടുകുടുംബമാണ്, എൻ്റെ വൈഫും എൻ്റെ ഉമ്മയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ആരെ ഭാഗം നിൽക്കും? ഞാൻ 2 പേരുടെ ഭാഗവും നിന്നിട്ടാണ് ചിലപ്പോൾ സംസാരിക്കുക. പലപ്പോഴായിട്ട് ഞാൻ ഉമ്മനോട് ചിലപ്പോൾ ചൂടാവേണ്ടി വരും, ചിലപ്പോൾ ഞാൻ ഭാര്യനോട് ചൂടാവേണ്ടി വരും. പക്ഷെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ നിങ്ങൾ ആക്ച്വലി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾ കേട്ടുകൊടുത്താൽ മാത്രം മതി. പലപ്പോഴും ആ ഒരു കേട്ടുകൊടുക്കൽ ചിലപ്പോൾ നിങ്ങൾക്ക് പോസിബിൾ ആവില്ല. കാരണം ആ കേട്ടുകൊടുക്കുന്ന ചിലപ്പോൾ ഉമ്മാക്കാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടാവും. ഭാര്യക്കാണെങ്കിലും അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്, ഞാൻ ഇനി ചിലപ്പോൾ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഭീഷണി രീതിയിലൊക്കെ ആയിരിക്കും അവർ സംസാരിക്കുക. പക്ഷെ ആ സംസാരിച്ച് തീർന്നോടുകൂടെ അവരുടെ മൈൻഡിലുള്ളത് അങ്ങ് തീർന്നു. അതോടുകൂടെ അത് തീർന്നോടുകൂടെ അവർ ഓക്കെ ആവും. അവർ ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ സംഭവം അവിടെ ഉള്ളതായിട്ട് ഉണ്ടാവില്ല. പക്ഷേ ഈ ഓക്കെ ആവാനുള്ള, അല്ലെങ്കിൽ അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഇമോഷൻ എവിടെയെങ്കിലും എക്സ്പ്രസ് ചെയ്ത് കളയണം. അത് കളഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ ഇതിങ്ങനെ എന്താ പറയുക, നമ്മൾ ഈ കുറ്റിയിൽ പൈസ ഇട്ടിക്കുന്ന പോലെയാണ്. ഈ ഇമോഷൻസ് ഓരോ പ്രശ്നവും പെറുക്കി ആ ഒരു കുറ്റിയിലുണ്ടാവും. പിന്നെ അവസാനം ചെറിയ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇതങ്ങ് പൊട്ടിത്തെറിക്കുക ചെയ്യാം. പലപ്പോഴും പല ഡിവോഴ്സിൻ്റെയും പല രീതിയിലുള്ള പ്രശ്നങ്ങളുടെ ഒരു ബേസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഈ ഒരു ഇമോഷണലായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബോണ്ടിങ്, ആ ഒരു കണക്ഷൻ തിരിച്ചു കൊണ്ടുവരാനും, ആ ഒരു ലിബിഡോ എന്ന് പറയുന്നത്, സ്ത്രീകൾക്ക് ആ ഒരു മെൻ്റൽ കണക്ഷൻ ഇല്ലാണ്ട് ഒരിക്കലും ഫിസിക്കൽ കണക്ഷന് തോന്നില്ല. അവരെ തൊടാൻ പോലും അവർ ആക്ച്വലി ആഗ്രഹിക്കില്ല. നിങ്ങൾക്ക് ആ ഒരു മെൻ്റൽ കണക്ഷൻ അവർക്ക് നിങ്ങളോട് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നിങ്ങളോട് ആ സ്നേഹം ഫിസിക്കലി തോന്നുള്ളൂ. പുരുഷന്മാർക്ക് നേരെ തിരിച്ചാണ്. പുരുഷന്മാർക്ക് ആ ഒരു ഫിസിക്കൽ കണക്ഷൻ ഉണ്ടാകുമ്പോഴാണ് അവർക്ക് ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഒന്നുകൂടെ കൂടുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ബേസിക് ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ
എൻ്റെ ക്ലിനിക്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു 90% കേസസും ഈ ഒരു ബേസിലാണ് പ്രശ്നം തുടങ്ങിയിട്ടുണ്ടാവുക. ഇതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്, പിന്നീട് അത് രോഗങ്ങളായിട്ട് മാറിയിട്ടുണ്ടാവും, പിന്നീട് പല പ്രശ്നങ്ങളായിട്ട് മാറിയിട്ടുണ്ടാവും, പിന്നീട് അവർക്ക് വേദന കാരണമായിരിക്കാം, പിന്നീട് അത് ഓർഗാസം ഇല്ലാത്ത പ്രശ്നമായി മാറിയിട്ടുണ്ടാവാം. പക്ഷേ ഇതിൻ്റെ ഒക്കെ ബേസ് എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് തുടങ്ങാറുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സെക്സിൻ്റെ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ്. ഇതിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പുരുഷന്മാർക്കെല്ലാം പെട്ടെന്ന് മൂടാവും, പെട്ടെന്ന് ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ കഴിയും, പെട്ടെന്ന് കാര്യം തീർക്കുക, പെട്ടെന്ന് നിർത്തുക എന്നുള്ള രീതിയിലേക്ക് പോകാൻ കഴിയും. പക്ഷെ സ്ത്രീകളുടെ ശരീരം എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്ലോ ആണ്. അതായത് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് സമയം എടുക്കും ആക്ച്വലി. ഇനി അവർക്ക് എത്ര സ്നേഹം ഉണ്ടെങ്കിലും എത്ര ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് ആ ഒരു ബോഡി ആ ഒരു രീതിയിലേക്ക് ഹീറ്റപ്പ് ചെയ്ത് ആ ഒരു ഡിസയർ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ആ ടൈം എടുത്ത് അവർ ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തി അതിന് ശേഷം നിങ്ങൾ അതായത് നിങ്ങളുടെ ഫോർ പ്ലേ എപ്പോഴും ഭയങ്കര സ്ലോ ആയിരിക്കണം. നിങ്ങളുടെ ഫോർ പ്ലേ എന്ന് പറയുന്നത് നിങ്ങളുടെ ബെഡ്റൂമിൽ നിന്ന് മാത്രമായിരിക്കരുത്. ഫോർ പ്ലേ എന്ന് പറയുന്നത് ജസ്റ്റ് ഫിസിക്കലായിട്ട് ടച്ച് ചെയ്യുന്നത് മാത്രമല്ല, ഉമ്മ വെക്കുന്നതോ കെട്ടിപ്പിടിക്കുന്നതോ തലോടുന്നതോ ഒന്നുമല്ല ഫോർ പ്ലേ ആക്ച്വലി. ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അവരെ ഒന്ന് ചേർത്ത് പിടിക്കുന്നത്, അവരോടൊന്ന് സംസാരിക്കുന്നത്, അവരെ കൈകോർത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നത് പോലും, വെറുതെ ഒന്ന് നോക്കുന്നത് പോലും ആക്ച്വലി അവർക്കൊരു ഫോർ പ്ലേ ആണ്. സോ ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ബോണ്ടിങ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഈ ബോണ്ടിങ് എന്ന് പറയുന്നതാണ് ഫോർ പ്ലേൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിന് ശേഷമാണ് ആക്ച്വലി നിങ്ങൾ ഇടയ്ക്കൊരു ശൃംഗാരവും അല്ലെങ്കിൽ ഇടയ്ക്ക് ടീസിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ട് നടന്ന് പിന്നീട് നിങ്ങളെ ബെഡ്റൂമിലേക്ക് എത്തിക്കുക എന്നുള്ളത് പറയാൻ. ഇത് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇത്രയും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ പലപ്പോഴായിട്ട് പലരും പറയുന്ന ഈ ഒരു സമയക്കുറവിൻ്റെ പ്രശ്നം പോലും ഇവിടെയാണ് പ്രശ്നം വരുന്നത്. കാരണം നിങ്ങൾ ഫോർ പ്ലേ ഇതിൽ ശരിയല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പം നിങ്ങൾ റഷ് ചെയ്തിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യരുത്. എപ്പോഴും സോഫ്റ്റ് ആൻഡ് ജെന്റിലർ ആയിട്ടുള്ള ടച്ചസ് ആണ് ഒരു സ്ത്രീനെ ഏറ്റവും കൂടുതൽ ഉണർത്തുന്നത്. ഇത് ഉണർന്നതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ആക്ച്വലി ഇതിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൽ ആയിട്ടുള്ള രീതിയിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതൊരു സ്ത്രീക്കും ഇതിനോട് താല്പര്യം വന്നു തുടങ്ങും. അപ്പം ഇനിയിപ്പോൾ ലിബിഡോ കൂട്ടാനുള്ള, അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീക്ക് എങ്ങനെ നമുക്ക് ലിബിഡോ കൂട്ടാൻ പറ്റും, എന്ത് മെഡിസിൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചിലപ്പം ആളുകൾ വിളിക്കുക. അപ്പം ലിബിഡോ കൂട്ടാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അവർക്ക് ചില ഫുഡുകൾ വാങ്ങിക്കൊടുക്കുക എന്നുള്ളത്. അതായത് ഒന്നെന്ന് പറയുന്നത് മക്ക റൂട്ട് എന്ന് പറയുന്നതാണ്. അതായത് അവരുടെ ആ ഒരു സ്ട്രെസ്സിനെ കുറയ്ക്കാനും അതേപോലെ ഈ ഒരു സെക്ഷൽ ഡിസയർ കൂട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ ഡാർക്ക് ചോക്ലേറ്റ്സ് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ഫ്ലാവനോയിഡ്സ് എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിലുള്ള ആ ഒരു എക്സ്ട്രീമായിട്ട് സ്ട്രെസ്സായിട്ട് നിൽക്കുന്നതിന് ആൻറ്റി ഡിപ്രസൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതേപോലെ അവക്കാഡോ, അവർക്ക് ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫീലിംഗ്, ഒരു സ്റ്റാമിന കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു ടയേർഡ്നെസ് എപ്പോഴും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ ഒന്നാണ് ആപ്പിൾ എന്ന് പറയുന്നത്, ഇവരുടെ ആ സെക്സ് ഡ്രൈവിനെ നന്നായിട്ട് കൂട്ടുന്ന ഒന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ആക്ച്വലി ഒരു മരുന്നും ഇല്ലാണ്ട് ഇത് സോൾവ് ചെയ്യാവുന്ന ഒരു പ്രശ്നം മാത്രമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇതിൽ മാറ്റം വരുന്നില്ല, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ വെറുതെ കുറ്റപ്പെടുത്തിയോണ്ട് ഈ ഒരു പ്രശ്നം മാറാൻ പോകുന്നില്ല. കൂടുതൽ അകൽച്ച വരുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ വഷളാവുകയുള്ളൂ. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൺസൾട്ടേഷൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സരോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല.